ഇപ്പോ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും കുറച്ചുനാളായി ഒരു പുതിയ പ്രചാരവേല ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തും പറയാൻ മടിയില്ലാത്തവരാണെന്ന് ഓർത്തോളണം. പച്ചക്കള്ളം പറയാൻ, നൈമിഷികമായ ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കാൻ, വിശ്വാസത്തെ ഉപയോഗിക്കാൻ ഒരു മടിയുമില്ലാത്തവർ. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നില്ലേ? മുസ്ലിം ലീഗിന്റെ സമുന്നതയായ വനിതാ നേതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആർത്തലച്ച് പറയുന്നു, പള്ളി പൊളിക്കുന്നേ അല്ലേ? എവിടെ പള്ളി പൊളിച്ചു? ആകെ പള്ളി പൊളിച്ചത് ബാബറി മസ്ജിദാണ്. അത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ്. ശിലാന്യാസം നടത്താൻ അനുവാദം കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്. ശിലയിട്ടത് മസ്ജിദിലല്ല എന്ന് കേരളത്തിലെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചത് ചന്ദ്രികയാണ്. ബാബറി മസ്ജിദ് സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകി, അതുകൊണ്ട് ആരും ബേജാറാവണ്ട എന്ന് ഒരു നിസ്വ ജനതയെ പറ്റിച്ചത് ലീഗാണ്. പക്ഷെ പഞ്ചായത്ത് ഇലക്ഷനിൽ 4 വോട്ട് കിട്ടാൻ പള്ളി പൊളിക്കുന്നേ എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് വോട്ടിന് വേണ്ടി ദുരുപയോഗം ചെയ്യാനുള്ളതാണോ പള്ളി? ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി എടുത്തു വീശാനുള്ളതാണോ മതം, വിശ്വാസം? ഏത് ഗ്രന്ഥത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കാൻ ആരാധനാലയം പൊളിക്കുന്നുവെന്ന് കള്ളം പറയണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചത്? എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ വർഗീയതയ്ക്ക് ക്ലാസ് എടുക്കാൻ വരുന്നു. മുസ്ലിം ദേവാലയം സംരക്ഷിക്കാൻ RSS കാപാലികരുടെ വെല്ലുവിളിയെ കൂസാതെ രാപ്പകൽ ഭേദമന്യേ കാവൽ നിന്ന് രക്തസാക്ഷിത്വം വരിച്ച കുഞ്ഞിരാമന്റെ പാർട്ടിയാണ് CPIM. ആ CPIM-നെ RSS-ഉമായി ചേർത്ത് വെച്ച് പറയുന്നു. നിങ്ങൾ എന്തു ധരിച്ചു? ഞങ്ങൾ നിശബ്ദരായി നിൽക്കുമെന്നോ?